രാഹുൽ MLA സ്ഥാനത്ത് തുടരും. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഹുലിന് സസ്പെൻഷൻ, രാഹുൽ MLA ആയി തുടരും, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ തത്വത്തിൽ തീരുമാനമെടുത്തതായി സൂചന വരുന്നു. രാഹുൽ MLA ആയി തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ ഇനി കോൺഗ്രസ് ആയി തൽക്കാലം തുടരില്ല. കോൺഗ്രസ് ആയി തുടരാത്ത രാഹുൽ MLA ആയി തുടരും എന്നുള്ളതാണ് തീരുമാനം. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ MLA എന്ന നിലയിൽ രാഹുലിന് പ്രവർത്തിക്കാം. കോൺഗ്രസ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. രാഹുലിന് കോൺഗ്രസ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള തീരുമാനമാണ്. പക്ഷേ അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന നിയമക്കുരുക്ക്, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകനായി തുടരുന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. നിലവിൽ MLA ആയി തുടരാനുള്ളത് ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളൊരു ഭീതി കൊണ്ട് മാത്രമാണ്. ആ ഒറ്റ വിഷയമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. രാഹുലിന് ഇപ്പോൾ സസ്പെൻഷൻ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. റോഷി, നമുക്കത് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. നേരത്തെ ഇന്നലെ മുതലുള്ള കൂടിയാലോചനകൾ രാജിക്കാര്യമായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ അതിൽ നിന്ന് ചില നേതാക്കൾ അയഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് ഭീതി മൂലം മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. കോൺഗ്രസ് ആയി തുടരാൻ രാഹുലിന് കഴിയില്ല, MLA ആയി തുടരാനേ കഴിയൂ എന്നല്ലേ മനസ്സിലാക്കുന്നത് റോഷി? അരുൺകുമാർ, ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അത് സംബന്ധിച്ച് അതിന്റെ നടപടിക്രമം എന്ന നിലയിൽ അന്വേഷണം നടത്തി വേണമെങ്കിൽ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാം. അതിനൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള തീരുമാനമുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കത്ത് നൽകിയാൽ അത് അയോഗ്യതയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു ആലോചന നടക്കുന്നു. ആ കാര്യത്തിൽ ഉടനെ തീരുമാനമുണ്ടാകും. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം വിളിച്ചാൽ കോൺഗ്രസിന് രാഹുലിനെ പ്രതിരോധിക്കേണ്ടി വരും. അതുകൊണ്ട് മാങ്കൂട്ടത്തിലിനെ ഇനി പ്രതിരോധിക്കേണ്ടതില്ല എന്ന തീരുമാനം പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവുമായ VD സതീശൻ എടുത്തു കഴിഞ്ഞു. ഒരു തരത്തിലും മാങ്കൂട്ടത്തിലിനോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആലോചന നടക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും KPCC അംഗത്വം നിന്നും പുറത്താകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും KPCC അംഗത്വത്തിൽ തുടരുന്നുണ്ട്. അതും തെരഞ്ഞെടുക്കപ്പെട്ട KPCC അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എക്സ് ഒഫീഷ്യോ അംഗമല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചപ്പോഴും KPCC അംഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുണ്ടായിരുന്നു.